നിങ്ങളുടെ പേഴ്സൺ ഏതൊരു ജീവിത സാഹചര്യത്തിൽ നിന്ന് പോലും നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? കൂടുതൽ പേരും ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്ന് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവര് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഡ്രീംസ് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ റിയൂണിയൻ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു പാസ്റ്റ് ലൈഫിലെ ഓർമ്മകളായിരിക്കാം. അല്ലെങ്കിൽ ഇനി അവരുടെ ലൈഫിൽ നിങ്ങളിൽ ഫ്യൂച്ചറിൽ അവര് നിങ്ങളും ഒരുമിച്ചുണ്ടാകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആയിരിക്കാം. മേ ബി ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവരുടെ ലൈഫിൽ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട പോലെയുള്ളൊരു ഫീലിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിൽ നിന്നും മിസ്സായി പോകുന്നുണ്ട് എന്ന് അവർ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയമാണ്. മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കണം. നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമയമായിരിക്കണം. പക്ഷേ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ്. മേ ബി അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് കൊണ്ട് ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ആ ഒരു തടവറയിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ആ വ്യക്തിക്ക് ചുറ്റിൽ നിന്നും ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് എതിർപ്പുകളായിരിക്കാം, ഒരുപാട് തടസ്സങ്ങളായിരിക്കാം ആ വ്യക്തിയുടെ ലൈഫിലുള്ളത്. പക്ഷെ എല്ലാ തടസ്സങ്ങളും എല്ലാ ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു പ്രകാശം ആ വ്യക്തിയുടെ കൈകളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ആ വ്യക്തി പിടിച്ചിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മാസ്റ്റർ കാർഡ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് കോംപ്രമൈസ് എന്നുള്ള കാർഡാണ്. അതായത് നിങ്ങളുമായിട്ടൊരു കോംപ്രമൈസിന് അവർ ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. എന്ത് കാര്യമായിരുന്നാലും, എന്ത് പ്രശ്നങ്ങളാണ്, എന്ത് കോൺഫ്ലിക്ട്സ് ആണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായതെങ്കിലും അവർ നിങ്ങളുമായിട്ടൊരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു റീസ്റ്റാർട്ട്, ഒരു റീബർത്ത്, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്ന് ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞൊരു കാർഡാണ് ദ സോഴ്സ് കാർഡ്. നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി ചിലപ്പോൾ അവർ ടൈം എടുക്കുമായിരിക്കാം നിങ്ങളിലേക്ക് വരാനായിട്ട്. ഒരു സ്പേസ് അവർക്കിപ്പോൾ അവരുടെ ലൈഫിൽ ഒത്തിരി സ്പേസ് ആവശ്യമായിട്ടുള്ള സമയമാണ്. മേ ബി അവരുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കണം, ആ വ്യക്തിയുടെ ലൈഫ് സിറ്റുവേഷൻസ് ഒരുപാട് നെഗറ്റീവ് ആയത് കൊണ്ടായിരിക്കണം ആ വ്യക്തി ഈ ഒരു ടൈം ഇപ്പോൾ ഇത്രയും നാളായിട്ടും നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതിൻ്റെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു സൈൻ ആണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യുക, ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ എന്തിലാണോ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് എന്താണോ പറയുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്ലവറിങ് മൊമെന്റ് ആണ് വരുന്നത്, ഒരുപാട് സന്തോഷമാണ് വരുന്നത്. ഓക്കെ. യെസ്. ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരു സയൻസ് നിങ്ങളെ മനസ്സിലാക്കി തരുന്നത് നിങ്ങളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. മേ ബി ഈ സെപ്പറേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ. യെസ്. നിങ്ങളിൽ വരുന്ന ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ഒരു റിയലൈസേഷൻ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരു പാർട്ട്ണറാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൗണ്ടർ പാർട്ടാണ്, നിങ്ങളുടെ ആത്മാവിൻ്റെ അംശമാണ്, ആത്മാവിൻ്റെ പകുതിയാണ് ഈ വ്യക്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതിനുള്ള ഒരു യൂണിവേഴ്സൽ സയൻസ് ആണ് നിങ്ങളിൽ പലരും ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാവുക. മേ ബി ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വൈറ്റ് ഫെതേഴ്സ് ആയിട്ടോ ബട്ടർഫ്ലൈസ് ആയിട്ടോ എല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവാം. അതിന് ഈ ഒരു മീനിങ് ആണുള്ളത്. തീർച്ചയായിട്ടും എത്ര നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടിരുന്നാൽ പോലും നിങ്ങളുടെ ലൈഫിൽ ഈ പേഴ്സൺ എന്ന് പറയുന്നത്
നിങ്ങളുടെ ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് തരുന്ന ഒരു ലൈഫ് പാർട്ട്ണർ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരും. ഓക്കെ, ഐ സീ യു ഇൻ മൈ ഫ്യൂച്ചർ. യെസ്, ഡെഫിനറ്റ്ലി ആ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. അവര് നിങ്ങളെ അവരുടെ ഫ്യൂച്ചറിൽ അവർ കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും അവര് നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. യു മേക്ക് മീ ഹോപ്പ്ഫുൾ. അവരുടെ ലൈഫിൽ ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ. മേ ബി നിങ്ങളായിട്ട് തന്നെ അവരുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടാവാം. അവർക്ക് ഒരുപാട് പ്രതീക്ഷകൾ അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ കാരണമായത് തന്നെ നിങ്ങളാണ് എന്നവർ പറയുന്നുണ്ട്. യെസ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. യെസ്, തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ലൈഫിൽ ഒത്തിരി ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് എന്ന് ഈ ഒരു സമയത്ത് ആ വ്യക്തി പറയുന്നുണ്ട്. ഓക്കെ, നമ്പർ 2, ഐ ഫിയർ യു വിൽ നെവർ ഫർഗീവ് മീ. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ, ഇത്ര നാളും ആയിട്ടുള്ള ഒരു സെപ്പറേഷനിൽ ആ വ്യക്തിയുടെ ഭാഗത്തുള്ള എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിരിക്കാം ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായത്. അപ്പോൾ ആ വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കുമോ, ആ വ്യക്തിയെ വീണ്ടും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ആ വ്യക്തി ഇപ്പോഴും ആ വ്യക്തിക്ക് ഒരു ഭയം ഉണ്ട്. ഐ ഹാവ് ചേഞ്ച്ഡ് ഓൺലി ബിക്കോസ് ഓഫ് യു. യെസ്, അത് തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ആ വ്യക്തിയിൽ ഒരു മാറ്റം ഉണ്ടായത് നിങ്ങൾ കാരണമാണ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. യു ആർ ഓൾവേസ് ഇൻ മൈ ഹാർട്ട്. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളാണ്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ്. ഐ നോ ഐ ഹേർട്ട് യു. ഓക്കെ, അവരിപ്പോഴും മനസ്സിലാക്കുന്നുണ്ട് അവരായിട്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് അവർക്ക് തന്നെ ഇപ്പോൾ അറിയാം. ഓക്കെ, ആൾവേസ് യു ആർ ഇൻ മൈ ഹാർട്ട്. വീണ്ടും അത് തന്നെയാണ്, വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ആ മെസ്സേജ് വരികയാണ്. അവരുടെ മനസ്സിലും അവരുടെ ഹൃദയത്തിലും എപ്പോഴും എപ്പോഴും നിങ്ങൾക്ക് സ്ഥാനമുണ്ട്. എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. അതുകൊണ്ടാണത് റിപ്പീറ്റ് ആയിട്ട് ആ ഒരു മെസ്സേജ് വന്നത്. യു ആർ മൈ ലൈഫ്, മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആ വ്യക്തി ഇപ്പോൾ. അവർക്ക് അവരുടെ ജീവിതമാണ്, അവരുടെ ട്വിൻ ഫ്ലെയിം ആണ് നിങ്ങളെന്ന് ആ വ്യക്തി റിയലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഐ എം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട്. ഓക്കെ, അവരുടെ ഹൃദയം പറയുന്നത് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. അത് തന്നെയാണ് ആ വ്യക്തി കേൾക്കാനും ശ്രമിക്കുന്നത്. ഓക്കെ.